രാഹുവിനെ അറിഞ്ഞ് നോക്കിയാൽ രാഹു തരുന്നിടത്ത് കലിയുഗത്തിൽ രാഹു തരുന്നത്രയും വരദാനങ്ങൾ മറ്റൊരു ഗ്രഹങ്ങളും തരാൻ അത്രയും പോരാ, പവർ പോരാ ഇന്ന് കലിയുഗത്തിൽ. എന്തൊക്കെയോ ആണ് നമ്മളെന്ന് സ്വയം നമ്മൾ തന്നെ ഇങ്ങനെ വിചാരിക്കും. അങ്ങനെ രാഹു നമ്മളെ എയറിലാക്കും. നമ്മൾ കാണുന്നതിൻ്റെ പുറകെയൊക്കെ നമ്മളിങ്ങനെ പോകും. ഹൊറർ സിനിമകൾ കാണാനായിരിക്കും താല്പര്യം. അതുപോലെ ഏത് സമയം രാത്രിയുടെ ഉറക്കത്തിൻ്റെ സൈക്കിളൊക്കെ അങ്ങോട്ട് മാറും. രാത്രി ചിലപ്പോൾ അവർ പകലാക്കി മാറ്റും. ഏത് സമയം ഇങ്ങനെ. ജ്യോതി മാം, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. താങ്ക് യു മാം. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ശനിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. ശനിയെ പോലെ തന്നെ പ്രധാനപ്പെട്ട വേറെയും ആൾക്കാരുണ്ട്, രാഹു, കേതു. അപ്പൊ ഇതിനെ കുറിച്ച് കൂടെ ഒന്ന് നമുക്ക് പറഞ്ഞു തരാമോ? തീർച്ചയായും. ശനിയെ പോലെ തന്നെയുള്ള ഒരാളാണ് കലിയുഗത്തിൻ്റെ രാജാവെന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് രാഹു. അപ്പോൾ രാഹുവാണ് ശരിക്കും കലിയുഗത്തിൻ്റെ രാജാവെന്ന് പറയാൻ കാരണം, കലിയുഗത്തിൽ ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ ഇപ്പോൾ ഇലക്ട്രോണിക്കാണ് ഏറ്റവും കൂടുതൽ, ഇലക്ട്രോണിക് സാധനങ്ങളാണ്, അതിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, സെൽഫോണ്, ഇതിൻ്റെയൊക്കെ ആളാണ് രാഹു. അപ്പോൾ കുട്ടികൾ ഒക്കെ ഈ രാഹുവിൻ്റെ സ്വാധീനം വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇത്. മെയിനായിട്ട് ഞാനിവിടെ അതാണ് രാഹു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കതാണ് ഓർമ്മ വന്നത്. കാരണം എന്ന് വെച്ചാൽ രാഹു, ശനി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ ടഫ്നെസ് തന്നിട്ട് നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചിട്ട് അങ്ങനെ പോകും. രാഹു അങ്ങനെയല്ല, നമ്മളെ ഇങ്ങനെ ഇല്യൂഷൻ്റെ ആളാണ്, നമ്മളെ ഫാൻറ്റസിയുടെ ആളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറക്കും. രാഹുവിൻ്റെ ദശാകാലമൊക്കെ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ എന്തൊക്കെയോ ആണ് നമ്മളെന്ന് സ്വയം നമ്മൾ തന്നെ ഇങ്ങനെ വിചാരിക്കും. അങ്ങനെ രാഹു നമ്മളെ എയറിലാക്കും. നമ്മൾ കാണുന്നതിൻ്റെ പുറകെയൊക്കെ നമ്മളിങ്ങനെ പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രാഹു ദശ കുട്ടികളിൽ വരുമ്പം, കുട്ടികളുടെ അഡോളസൻ പീരീഡ്, അതായത് ഒരു 11, 12, 14, 17 അതിൻ്റെ ഇടയിൽ വരുന്ന ആ ടീനേജും അഡോളസൻസും ഒക്കെ പീരീഡിൽ വരുന്ന കുട്ടികൾക്ക് ഈ രാഹുവിൻ്റെ തുടക്കം വരുന്ന സമയത്താണെങ്കിൽ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് രാഹുവിൻ്റെ കാലമൊക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ജാതകം പരിശോധിക്കാതെ നമുക്ക് മനസ്സിലാവും. കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർക്ക് ഹൊറർ സിനിമകൾ കാണാനായിരിക്കും താല്പര്യം. അതുപോലെ ഏത് സമയം രാത്രിയുടെ ഉറക്കത്തിൻ്റെ സൈക്കിളൊക്കെ അങ്ങോട്ട് മാറും. രാത്രി ചിലപ്പോൾ അവർ പകലാക്കി മാറ്റും. ഏത് സമയം ഇങ്ങനെ സെൽഫോണുകളിൽ കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ കൂട്ടുകെട്ടുകൾ ഭയങ്കരമായിരിക്കും. അതും നല്ല കൂട്ടുകൾ ആയിരിക്കില്ല. ഇവർ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നോക്കില്ല. എല്ലാം ഇവരിങ്ങനെ അഡ്വഞ്ചറസ്, ഭയങ്കര ഹൈലി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു രീതിയായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾ അങ്ങോട്ട് എന്താണ് ഫാൻറ്റസിയും ഇല്യൂഷനും എല്ലാം കൂടി കയറിയിട്ട് വലിയ രാജാക്കന്മാരായിട്ട് ഇങ്ങനെ പായും. ആ സമയത്ത് ഈ ടീനേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രണയമൊക്കെ വന്നുവിടും. അപ്പോൾ പ്രണയമൊക്കെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരൊറ്റ കാഴ്ചയിലും അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിലകത്ത് ഒരു ഫാൻറ്റസി ഇല്യൂഷൻ, അങ്ങനെ ഇവർ ആ ഇൻഫാക്ച്വേഷൻ്റെ പുറത്ത് പോകുവാണ്. അവിടെ അറിഞ്ഞുള്ള പ്രണയമല്ല. ശുക്രൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുള്ള പ്രണയമാണ്. ഇവിടെ അതല്ല. പ്രണയത്തിലൊക്കെ ഇങ്ങനെ പെട്ടിങ്ങനെ ഒഴുകുവാണ് അവർ. അവസാനം ഇത് ഒന്നും അറിയുന്നില്ല. ഒരാളെ നന്നായി ചീറ്റ് ചെയ്യുമായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ചീറ്റിംഗ് ഒക്കെ സംഭവിക്കും രാഹുവിൽ. അപ്പോൾ ചീറ്റ് ചെയ്യുന്നത് പോലും പരസ്പരം അറിയുന്നില്ല. ആരാണ് ആരെ ചീറ്റ് ചെയ്യുന്നു എന്താ ഒന്നും അറിയാതെ ഇതെല്ലാം റിയലാണ്. നമ്മളൊരു സിനിമ കാണുമ്പോൾ, ഒരു ഹൊറർ സിനിമ കാണുമ്പോൾ നമ്മൾ ശരിക്കും എന്താ വിചാരിക്കുന്നത്, അതിലെല്ലാ കഥാപാത്രങ്ങളും നമ്മളെ പേടിപ്പിക്കും, നമ്മൾ ഭയപ്പെടും, നമ്മൾ കരയും. ഇതേ ഫീൽ ചെയ്യാം. നമുക്കറിയില്ല ഇത് സിനിമയാണെന്ന്. ആ നിമിഷം വരെ, അവസാനം വരെ കണ്ടിരിക്കുന്നവരെ നമ്മളിങ്ങനെ ആ ഒരു ഇത് റിയലാണെന്നുള്ള അനുഭവമാണ്. അത് തന്നെയാണ് രാഹു ദശാകാലത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് വലിയ കുറച്ച് മെച്ചുറായി കഴിയുമ്പോഴത്തേക്ക് പിന്നെയും എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. മെച്ചുറാണെങ്കിൽ പോലും നമ്മൾ ധർമ്മം വിടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കലിയുഗത്തിന് നാഥനായിട്ടുള്ള രാഹു എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അസുരനാണ്. അത് പണ്ട് പാലാഴിമതന സമയത്ത് അസുരന്മാർക്കും ദേവന്മാർക്കും ഒപ്പം പിടിച്ച് കടഞ്ഞാൽ മാത്രമേ അമൃത് കിട്ടുള്ളൂ. അപ്പോൾ അവരവരെ ഒരു ടേംസൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്കും പകുതി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അസുരന്മാർക്ക് ശരിക്കും ദേവന്മാർ കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, അസുരന്മാർ എത്ര വന്നാലും ദേവന്മാരെ പോലെ അടങ്ങി ഒതുങ്ങി ധർമ്മത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അവർക്ക് അമൃതം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അപ്പോൾ അമൃത അത്രയും ശ്രേഷ്ഠമായ സംഗതിയാണ്. അത് ഒരു അനാവശ്യമായൊരു കയ്യിലേക്ക് പോകരുത്. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത്, ഇത് കിട്ടുന്നവരെ നയത്തിലൊക്കെ നിന്നതിന് ശേഷം ഇവർ അസുരന്മാരെ അത് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും മോഹിനി വേഷത്തിൽ ചെന്ന് ഭഗവാൻ അത്
തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന ദേവന്മാരെല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് ഇതെല്ലാം അപ്പോൾ മോഹിനി പറഞ്ഞിട്ടാ, മോഹിനി ഇവരെ പറ്റിക്കുവാണ് ചെയ്ത അസുരന്മാരെ. നല്ല സുന്ദരി രൂപത്തിൽ വന്നിട്ട് പറയും ഈ അമൃതകുംഭം ഞാൻ നിങ്ങൾക്ക് വിളമ്പി തരാമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഭയങ്കര, അസുരന്മാർക്ക് സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങളോടൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ മോഹിനിയായൊരു സ്ത്രീ ഇങ്ങനെ സൗന്ദര്യവതി വന്ന് നിന്നപ്പോഴത്തേക്ക് ഇവർ സമ്മതിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു, ഏറ്റവും അവസാനം കണ്ണ് തുറക്കുന്ന ആൾക്ക് ഞാൻ അയാളുടെ ആകും എന്ന് പറഞ്ഞു, അയാളെ ഞാൻ വരിക്കും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ആരും പെട്ടെന്ന് കണ്ണ് തുറക്കൂലല്ലോ, എല്ലാവർക്കും മോഹിനിയെ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാവരും അങ്ങനെ ഡീപ്പായിട്ട് കണ്ണടച്ചിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഇതുമായിട്ട് അമൃതുമായിട്ട് തിരിച്ചു വന്നു. പിന്നീടാണ് ഇവർക്ക് മനസ്സിലാകണത് പതുക്കെ നമ്മളെ പറ്റിച്ചതാണ്. അപ്പോൾ എല്ലാ അസുരന്മാരും ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു. പക്ഷേ അതിൻ്റെ സേനാനാഥനായിട്ടുള്ള ആളാണ്. അപ്പോൾ ആ പുള്ളി എന്ത് വിചാരിച്ച്, ഇതങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, അവർ നമ്മളെ പറ്റിച്ചെങ്കിൽ നമുക്കും പറ്റിക്കണമെന്നുള്ള ധാരണയിൽ പുള്ളി പോയിട്ട് സച്ചിക എന്ന് പറയുന്ന ഒരു അസുരൻ, അത് സേനാനായകനാണ് അസുരൻ, ഈ അസുരന്മാരുടെ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പുള്ളി വേറെ വേഷം മാറി ദേവനെ പോലെയായി, നല്ലൊരു സാത്വികനായ ബ്രാഹ്മണൻ്റെ വേഷം എടുത്തിട്ട് അവിടെ പോയപ്പോഴത്തേക്ക് ഈ സൂര്യചന്ദ്രന്മാരാണ് കാവൽ നിന്നത്. മറ്റാരും അസുരന്മാർ കയറി വരാൻ പാടില്ലല്ലോ, അവരെ പറ്റിച്ചിട്ടല്ലേ. അപ്പം ഇവർ കഴിച്ച് തീരുന്നവരെ കാവൽ നിന്നത് സൂര്യനും ചന്ദ്രനുമാണ്. പക്ഷേ സൂര്യൻ ഇത് എല്ലാം വിളമ്പുന്നവരെ ദേവന്മാർ അറിഞ്ഞില്ല ഇത് അസുരനാണ്, വേഷം മാറി വന്നതാണെന്നറിയാതെ വിളമ്പി അതിങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങി വായിൽ വെച്ച സമയത്താണ് സൂര്യനും ചന്ദ്രനും സംശയം തോന്നിയത്, എന്തോ പെശകാണ്, ഇത് അസുരനാണ്. അവർക്കൊരു ഡൗട്ട് അടിച്ചു. അങ്ങനെ അവർ സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് ഭഗവാൻ ഈ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വായിലേക്ക് പോയി അമൃത്, പക്ഷേ ഉള്ളിലേക്ക് അത് ഫുള്ളായിട്ട് എത്തിയുമില്ല. അപ്പം ആ സമയത്ത് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അസുരൻ രണ്ടായിപ്പോയി. അങ്ങനെയാണ് ആ രണ്ടായതിൻ്റെ തലഭാഗമാണ് രാഹു, വാൽഭാഗമാണ് കേതു. അപ്പോൾ രാഹുവിൻ്റെ ഈ തല കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ പാമ്പിൻ്റെ രൂപത്തിലായി. മറ്റേ കേതുവിൻ്റെത് തലയില്ല, അതിന് വരെ 7 പാമ്പുകൾ, 7 ഫണങ്ങളുള്ള പാമ്പായിട്ട്, അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ രാഹുവിനെ നമുക്ക് ഈ കഥയിൽ നിന്ന് തന്നെ മനസ്സിലായി. രാഹു ഒരു ഉദ്ദേശം, ഭയങ്കരമായൊരു അദമ്യമായൊരു ആവേശവും ആഗ്രഹവും ഒക്കെ ആയിട്ട് ഈ അമൃത് കഴിക്കണമെന്നുള്ള ആവേശത്തിൽ വന്ന ആളാണ്. പക്ഷേ പൂർണ്ണമായിട്ട് അത് കഴിക്കാനും പറ്റിയില്ല. അപ്പം നമ്മളിലെ രാഹു ബാധിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ അദമ്യമായ അമൃത് ഇന്നത്തെ കാലത്ത് അപ്പം അമൃത് വേറെ പല കാര്യങ്ങളും വരുന്നു. അപ്പോൾ അതിനോടുള്ള അമിതമായ ഒരു ആഗ്രഹം, ഒരു ഭയങ്കര ഒരു ഇതാണ് നമ്മളെ, അത് കിട്ടണം. അതിന് ഏത് ഷോർട്ട് കട്ട് എടുക്കാനും അല്ലെങ്കിൽ ഏത് രീതിയിൽ ഏത് അധർമ്മത്തിൻ്റെ പുറത്ത് പോകാനും അവർ തയ്യാറായിരിക്കും. ഈ രാഹുർദശയിൽ നമ്മൾ മറ്റേ വ്യാഴദശ അങ്ങനെയുള്ള നല്ല ദശകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കും. നമ്മളൊന്ന് അങ്ങനെ കാണിച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇതൊരു ധർമ്മം അല്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ. ഇതിനങ്ങനെയൊന്നുമില്ല, ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആവേശമാണ് കൂടുതൽ. ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ രാഹു 10 നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ജോലിയാണ് 10 എന്ന് പറയുന്ന ജോലി. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ ജോലിയുടെ ഹൈക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആ താഴെ നിൽക്കുന്ന ആളെ എന്തെല്ലാം ചെയ്ത് അയാളെ വേണമെങ്കിൽ ഏത് തരത്തിലും അപമാനിച്ചോ അപവാദം പറഞ്ഞോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലെങ്കിലും അയാളെ താഴ്ത്തി നിർത്തി അയാളുടെ പൊസിഷൻ നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യും. അത് ആ വ്യക്തി ഇത്രയും ദിവസം, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരെ കൂട്ടുകൂടി നടന്നതായിരിക്കും, ഇന്ന് പെട്ടെന്നായിരിക്കും അയാളുടെ സ്വഭാവം മാറുന്നത്. കാരണം ട്രെമൻഡസ് ചേഞ്ചാണ് രാഹുർദശയിൽ വരുമ്പോൾ. ആ വ്യക്തി തന്നെ മാറിപ്പോവും, അയാളുടെ സ്വഭാവങ്ങൾ മാറും, അയാൾ ഗ്രീഡിയാവും, അയാൾക്ക് എല്ലാം നേടണം എന്നുള്ളതാണ്. പക്ഷേ ഈ കിട്ടുന്നതൊന്നും അയാൾക്കോട്ട് സാറ്റിസ്ഫൈഡും ആകുന്നില്ല, സാറ്റിസ്ഫൈഡ് ആകുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോരല്ലോ, വെട്ടിയിട്ടിരിക്കുമല്ലേ, ഇതൊന്നും ബോഡിയിലേക്ക് കയറുന്നില്ലല്ലോ. ഇത് എവിടെ എത്ര കഴിച്ച്, അതുപോലെ നമ്മൾ ഫുഡിനോടൊക്കെ അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ചേരാത്ത ഫുഡുകൾ അമിതമായിട്ട് പിള്ളേരാണെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കും, ഫാസ്റ്റ് ഫുഡ് കഴിക്കും, അത് കഴിക്കും, ചേരാത്ത കോള കുടിക്കും, അങ്ങനെയും ഇങ്ങനെയും എല്ലാം. അതിനോടൊപ്പം തന്നെ അഡിക്ഷൻസ് വരും. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.